എന്താടി, ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? നിത്യ പറഞ്ഞല്ലോ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട നിറവാണെന്ന്. സത്യത്തിൽ ആക്സിഡൻറ്റിൽ എൻ്റെ അടുത്ത് സംഭവിച്ചതാ. അത് നിനക്ക് ഇഷ്ടമുള്ളതാണെന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഒരു കാര്യം ചെയ്യും, ആദ്യം നീ ഇതൊന്നും എടുക്ക്. ഏട്ടനൊന്ന് കാണട്ടെ. ഏട്ടൻ്റെ ആഗ്രഹമല്ലേ, പോയിട്ട് വാ മോളെ. ആ പോ. എന്താടോ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. ഇപ്പൊ ഓരോ കാര്യങ്ങളും എത്ര നന്നായിട്ട് ജീവൻ ശ്രദ്ധിക്കുന്നത്. എങ്ങനെയൊക്കെ എല്ലാവരെയും സന്തോഷിപ്പിക്കാമെന്ന് തിരിച്ചറിഞ്ഞു. അതെ, ഇപ്പോഴാ തിരിച്ചറിവ് തുടങ്ങിയത്. ഇനി അങ്ങോട്ട് എല്ലാം ഞാൻ നോക്കിക്കോളാം, എല്ലാം. ദാ വരുന്നു. ഞാനൊന്ന് പോയിട്ട് വരാം. ഇരിക്കേ. ഹാ, ഇരിക്കുന്നേ. എന്തു പറ്റി? സാരി കൊടുക്കുന്നില്ലേ? ഇങ്ങതാ. നല്ല സാരിയല്ലേ? നല്ല സാരിയാ. ഇത് ഉടുക്കാൻ മാത്രമല്ലേ, കെട്ടിത്തൂക്കാൻ ഇതൊക്കെ തന്നെ മതി. നിനക്ക് എന്താടി വിചാരിച്ചത്? ഞാൻ പൊട്ടനാണെന്നോ? എല്ലാം മറക്കുന്നോ? ഇനി ജീവിക്കണ്ടെന്നുള്ളത് എന്റെ തീരുമാനമാണ്. അതെപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഞാൻ നടത്തും. ഇപ്പൊ നീ ചിന്തിക്കുന്നത് അമ്മയെക്കുറിച്ചല്ലേ? അതെ 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 അതെ, അമ്മയെക്കുറിച്ചാ. ഏട്ടനെ പറ്റി അമ്മയ്ക്ക് മുമ്പേ സംശയമുണ്ടല്ലോ. അപ്പോ ഇതൊക്കെ അമ്മയോട് പറയും. അമ്മയോട് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അമ്മയോട് നീ പറഞ്ഞു കഴിഞ്ഞാ ആദ്യം നീ കാണാൻ പോകുന്നത് നീ പ്രസവിച്ച മകനില്ലേ ആദി, അവൻ ചത്തു കിടക്കുന്നതായിരിക്കും. അവന്റെ അടുത്തിരുന്ന് നീ അലമുറയിട്ട് കരയുമ്പോ
നിനക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരെയായി ഞാൻ നിന്റെ കൺമുമ്പിലിട്ട് കൊല്ലും. ആലോചിച്ച് തീരുമാനിച്ചോ? നീ ഒരുത്തി മരിക്കുന്നതാണോ, അതോ നീ കാരണം ഈ കുടുംബത്തിലുള്ളവരെ എല്ലാവരും മരിക്കുന്നതാണോന്ന്? മറക്കണ്ട, ജോത്സ്യം കുറിച്ച അതേ മുഹൂർത്തം നിന്റെ മരണമുഹൂർത്തം. അമ്മയോട് നീ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നീ കാണാൻ പോകുന്നത് നീ പ്രസവിച്ച മകനില്ലേ ആദി, അവൻ ചത്തു കിടക്കുന്നതായിരിക്കും. നിനക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരെയായി ഞാൻ നിന്റെ കൺമുമ്പിലിട്ട് കൊല്ലും. ആലോചിച്ച് തീരുമാനിച്ചു. നീ ഒരുത്തി മരിക്കുന്നതാണോ, അതോ നീ കാരണം ഈ കുടുംബത്തിലുള്ളവരെ എല്ലാവരും മരിക്കുന്നതാണോന്ന്? എന്താ തെരയുന്നേ? ഓ, നിനക്ക് ഡബിൾ ഡ്യൂട്ടി ആണല്ലോ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഈ രണ്ട് വീട്ടിലെ രണ്ട് പുരുഷന്മാരുമായിട്ട് ഒരു സ്ത്രീ ബന്ധം സ്ഥാപിച്ച എന്ത് പേരാ വിളിക്കുക? വീണേ, എനിക്ക് നിന്റെ ഈ സംസാരം കേൾക്കാൻ സമയമില്ല. അവിടെ നാളത്തെ കല്യാണത്തിന്റെ തിരക്ക. ഈ നേരത്ത് എന്നെ നീ ഉപദ്രവിക്കരുത്. നിനക്ക് മാത്രമല്ലല്ലോ തിരക്ക്, എനിക്കും ഉണ്ട്. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നോട് സംസാരിക്കുമ്പോഴേ എന്താ നിന്റെ ഒരു ചങ്കൂറ്റം? പുണ്യവതിയായ ഒരു പെണ്ണിനെ പോലെയല്ലേ എന്നോട് സംസാരിക്കുന്നത്. ജീവനെ വിവാഹം കഴിച്ച് ഹരിയുടെ കൂടെ ജീവിക്കുന്നു. തിരിച്ചു വന്ന് ജീവന്റെ കൂടെ നാട് കറങ്ങാൻ പോകുന്നു. അങ്ങനെ ഒരുത്തിയുടെ പേരാടി ഞാൻ ചോദിച്ചത്. വീണ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ദിവസം നാളെ. അതിനൊരു കളങ്കം നീ ആയിട്ട് ഉണ്ടാക്കരുത്. അതിനൊരു കളങ്കം ഞാനായിട്ടുണ്ടാക്കുന്നത് എന്തിനാ? അത് മൊത്തത്തിൽ കളങ്കപ്പെട്ട കേസല്ലേ? പിന്നെ നിന്റെ നാത്തോനുണ്ടല്ലോ ജ്യോതി, അവള് നിന്റെ നേർ പതിപ്പ. സത്യത്തിലേ അവള് പ്രസവിച്ച കുഞ്ഞ് മനുവിന്റെ കുഞ്ഞ് തന്നെയാണോ? വീണേ, അല്ല,
അതുകൊണ്ടാ നിനക്ക് ഇത്ര ദേഷ്യം വരുന്നത്. ഞാൻ അഴിഞ്ഞാടി നടന്നതിന്റെ കഥകള് നീയും നിന്റെ അമ്മായിയമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ. എന്നിട്ട് ജ്യോതി അഴിഞ്ഞാടി നടന്നത് അറിഞ്ഞില്ലേ രണ്ടുപേരും? മനുവിന്റെ കൂട്ടുകാര് ഒരാളൊന്നുമല്ലല്ലോ, കുറച്ചധികം പേരുണ്ടായിരുന്നല്ലോ. എല്ലാവരുടെയും കൂടെ അവൾക്ക് ഇടപാടുണ്ടായിരുന്നു. വീണേ, ഇതിന് മീതെ നീ എന്തെങ്കിലും പറഞ്ഞ അറിയുവടി. മനുവിന്റെ കൂട്ടുകാരനെ അവൾക്ക് ഗർഭം ഉണ്ടാക്കി അങ്ങ് ചത്തു. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒരു കഥ അങ്ങ് മെനഞ്ഞുണ്ടാക്കി. മനുവാണ് ജ്യോതിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന്. പൊസിഷൻ സബ് കളക്ടർ ആണെങ്കിലും ആ പൊട്ടൻ അതും അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ നടക്കുന്ന കല്യാണം അല്ലടി ഇത്. എന്റെ അച്ഛനും ഹരിക്കും സമ്പത്തുണ്ടെന്നറിഞ്ഞപ്പോ നീ ഹരിയുടെ കൂടെ പൊറുക്കാൻ തയ്യാറായി. അതുപോലെ കുടുംബം ഒന്നിച്ചിരുന്നങ്ങ് ആലോചിച്ച് ഒരു സബ് കളക്ടറെ അങ്ങ് കൊപ്പിയിലും ആക്കി. എന്നിട്ട് തന്തയില്ലാത്തൊരു കുഞ്ഞിനെ അടക്കം അവന്റെ തലയിലും കെട്ടിവെച്ചു. നീ ഇപ്പൊ പറഞ്ഞതേ എന്നെയും എന്റെ കുടുംബത്തെയും കുറിച്ചാ. നാളെ അങ്ങനെ ഒരു ചടങ്ങില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ കഴുത്ത് ഞാൻ പറഞ്ഞേനെ. ഇനി മേലാൽ എന്റെ കുടുംബത്തെക്കുറിച്ചോ ജ്യോതിയെക്കുറിച്ചോ ഒരു വാക്ക് നീ പറഞ്ഞാലുണ്ടല്ലോ, ഇത് നിന്റെ കഴുത്തിൽ ഞാൻ കുത്തിക്കേറ്റും. അതെന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുമ്പോ എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല, കേട്ടോടി? ജ്യോത്സ്യം വന്ന് കുറിച്ചതേ നിന്റെ കല്യാണത്തിനുള്ള മുഹൂർത്തമല്ലേ, നിനക്ക് ചാകാനുള്ള മുഹൂർത്തമാണ്. ഇനി ജീവിക്കണ്ടെന്നുള്ളത് എൻ്റെ തീരുമാനം. അതെപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഞാൻ നടത്തും. ഈശ്വരൻ, എന്താ ചെയ്യേണ്ടത്? ഞാൻ വേണ്ടിയാലും ഇല്ലെങ്കിലും ആപത്താ. ദൈവമേ, എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? ഒന്നുമില്ല ഏട്ടൻ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നടക്കാൻ പോകുന്നത്, എന്നിട്ട് അതിന് മണിക്കൂറുകൾക്ക് മുമ്പിൽ നീ ഇങ്ങനൊരു അവസ്ഥയിലാവുക പറഞ്ഞ ബാക്കിയുള്ളവരൊക്കെ എവിടെ? അല്ല, നിത്യ എവിടെ? ഏട്ടാ, ആരും വിളിക്കരുത്. അതെന്താ? ഞാൻ എല്ലാവരെയും വിട്ടുപിരിയുന്ന സങ്കടം കൊണ്ട് ഇവിടെ വന്നിരുന്ന് കരഞ്ഞതാ. സത്യം, അവിടെ എല്ലാവരുടെയും മുന്നിലിരുന്ന എൻ്റെ കണ്ണ് നിറയാൻ പോലും അവർ സമ്മതിക്കില്ല. അത് കാരണം ഞാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞത്. അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ലാന്ന് ഉറപ്പല്ലേ? ഉറപ്പാ. സുജാത ആൻറ്റിയുടെയും നിത്യയുടെയൊക്കെ കൂടെ ജീവിച്ച ഒരാൾക്ക് വേർപിരിഞ്ഞു പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അങ്ങനെയല്ലേ അവർ ആളുകളെ സ്നേഹിക്കുന്നത്.
പക്ഷേ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ മോളെ. അതൊക്കെ താണ്ടിയല്ലേ പറ്റുള്ളൂ. വേർപിരിയേണ്ടവര് വേർപിരിഞ്ഞേ പറ്റൂ. മോളകത്തേക്ക് ചെല്ലേ. ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. ജ്യോതി, നിന്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ ഈ പറഞ്ഞതല്ലാതെ നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കാം. ഒന്നുമില്ല ഹരിയേട്ടാ. എന്തു പറ്റും മോളെ? നീ കിടന്നില്ലേ? കിടന്നു. പക്ഷെ ഇന്ന് വൈകുന്നേരം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തോ പറ്റിയിട്ടില്ലല്ലോ. എന്താ മോളെ കാര്യം? ഒന്നുമില്ല നിത്യേച്ചി. മനസ്സിൽ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ നീ നിത്യേച്ചിയോട് പറ. ഒന്നുമില്ല, സത്യമായിട്ട് ഒന്നുമില്ല. ശരി, വാ, എന്നെവിടെ ഇരിക്കും. ഇതേ എന്റെ ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച കാശുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാ. ഇത് അടുത്ത ബർത്ത്ഡേക്ക് തരണമെന്നാ കരുതിയത്, ഒരു സർപ്രൈസ് ആയിട്ട്. പക്ഷേ അതിനേക്കാളും വലിയ ചടങ്ങല്ലേ വരാൻ പോകുന്നത്. നിത്യേച്ചിയുടെ സമ്മാനമായിട്ട് ഇത് കഴുത്തിലിട്ടോ. നിത്യേച്ചി, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന നാളുകളിലെ ഞാനും അമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോ അമ്മ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മോളുടെ കല്യാണക്കാരിയായിരുന്നു. മോളുടെ കല്യാണം നടത്തുന്നൊക്കെ അമ്മയ്ക്ക് വലിയ സ്വപ്നമായിരുന്നു. നാട്ടുകാരെ മൊത്തം അറിയിക്കണം, നിനക്ക് നിറയെ ആഭരണങ്ങൾ വാങ്ങണം, എന്തിന് സദ്യ എവിടെ നിന്നാണ് വേണ്ടതെന്ന് വരെ അമ്മ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ യോഗയില്ലല്ലോ മോളെ. വേറെ ഏതോ വഴിക്ക് ആ സ്വപ്നങ്ങളൊക്കെ അങ്ങ് പോയി. പോയതൊക്കെ പോട്ടെ, ഒഴുകിപ്പോയതൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. മോളിതൊന്ന് കഴുത്തലിട്ടെ, ഞാനതൊന്ന് കാണട്ടെ. നല്ല ഭംഗിയുണ്ട്. എന്തേ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ?
ജ്യോതി, മോളെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോള് പേടിക്കണ്ട. അമ്മയും നിത്യേച്ചും ഒക്കെ എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും. നീ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവളല്ലേ. അതെ, ഇങ്ങനെ കരയാൻ കൂട്ടിരുന്നാലേ നീ ഇന്ന് ഒരുപാട് കരയും. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. നീ കിടക്ക്, കിടക്ക്.